സ്പോട്ട്ലൈറ്റിൽ ഞാൻ തുടങ്ങിയ കാലം തൊട്ടേ കേൾക്കണാണ് 4 മണിക്കൂർ പരിപാടിയിൽ 2 മണിക്കൂർ ശാലിനിയുടെ ചിരിയാന്ന്. അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇങ്ങനെ ആൾക്കാരുടെ ചിരിയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുവോ? എന്നാ അങ്ങനെയല്ല, ശ്രദ്ധിക്കും. ഇപ്പൊ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഊഴം എന്ന് പറഞ്ഞ സിനിമയിലെ ഒരാളുടെ ചിരി എന്നെ ഹഠാത് ആകർഷിച്ചിട്ടുണ്ട്. അതേ ചിരി തന്നെ ഇതിനു മുന്നേ ഞാൻ കാണുന്നത് അയാൾ ഞാനല്ല എന്ന് പറഞ്ഞ സിനിമയിലും. അപ്പൊ പിന്നെ ഈ 2 സിനിമയിലും കോമൺ ആയിട്ടുള്ള ആ ചിരി ആരുടെയാ? ഞാൻ തന്നെ. ഈ ഞാനുണ്ടല്ലോ, ഈ ഞാൻ ദിവ്യ പിള്ളയാണ് ഇന്ന് റേഡിയോ മാംഗോ സ്പോട്ട്ലൈറ്റില് എന്റെ ഗസ്റ്റ്. വെൽക്കം ടു മൈ ഷോ. താങ്ക് യു ശാലിനി. ഒന്ന് ചിരിച്ചേ. വൃത്തിയോടായിരുന്നു ചിരി. ഞാനിവിടെ വന്നപ്പോ തൊട്ട് പറയണ ഉഗ്രൻ ചിരിയാണ്. ഞാനങ്ങനെ കോംപ്ലിമെന്റ് കൊടുക്കാറില്ല. ഓ താങ്ക് യു സോ മച്ച് ശാലിനി. അതെ അതെ, ഞാൻ വന്നപ്പോ മുതൽ തന്നെ ശാലിനി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്റെ ചിരി വളരെ നല്ലതാണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, പല്ല് വളരെ നല്ലതാണെന്നൊക്കെ പറഞ്ഞു. അത് ഞാൻ പറഞ്ഞില്ല, അത് കൈയിട്ടതാണ്. അല്ല ചോദിക്കട്ടെ, ഞാൻ മാത്രമേ പറഞ്ഞുള്ളൂ, വേറെ ആരെങ്കിലും പറഞ്ഞോ ചിരി നല്ലതെന്ന്? ചിരി നല്ലതെന്ന് ഒരു കോംപ്ലിമെന്റ് ആയിട്ട് കുറെ പ്രാവശ്യം കിട്ടിയിട്ടുള്ള കാര്യമാണ്. ആണോ? എപ്പോഴും കിട്ടുന്നോണ്ട് ഒരു വിലയില്ലാത്തല്ലേ? അല്ലല്ല, അങ്ങനെയില്ല. പൊതുവെ ശബ്ദം പുറത്തു വരാത്ത ചിരിയാണോ അതോ കെക്കെന്ന് ഉറച്ചിരിക്കോ? കെക്കെ എന്ന് പറഞ്ഞ് ചിരിക്കാറും ഉണ്ട്. ഈ വളയിട്ടിട്ട് കുലുക്കിക്കൊണ്ടിരുന്ന നമ്മൾ പറഞ്ഞൊന്നും കേൾക്കില്ല. ദൈവമേ. ഇവിടെ സ്പോട്ട്ലൈറ്റിൽ എന്റെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു എക്വാ മെറൈൻ ഷെയ്ഡിലുള്ള ഒരു സാരിയും ഒരു ജിഞ്ചിലാക്കി ബ്ലൗസും. എത്ര വളയുണ്ട്? ഒരു 12 വള. ഒരു 12 വള. അങ്ങനെയാണ് 24 വളയും. പിന്നെ നല്ല സുന്ദരിയായിട്ട് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് റേഡിയോ കൂടെ ആളെ കാണുന്ന ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഇവിടെ ഫോട്ടോ എടുക്കുമെന്ന് പറഞ്ഞു. ജിത്തു ചേട്ടൻ ഒരു ഹിന്റ് തന്നായിരുന്നു. ഡയറക്ടർ ജിത്തു ജോസഫ് എന്താ ഹിന്റ് തന്നത്? പറഞ്ഞു സ്പോട്ട്ലൈറ്റ് ഒരു ഉഗ്രൻ ഷോ ആണ്, അടിപൊളി ഷോ ആണ്, അവതാരക അതിനേക്കാൾ ബെസ്റ്റ് ആണ്, ശാലിനി ഭയങ്കര അടിപൊളി ക്വസ്റ്റ്യൻസ് ആയിരിക്കും, പ്രിപ്പയർ ആയിട്ട് പോയിക്കോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ ഇവിടെ പറഞ്ഞ് തള്ളി വെച്ചേക്കുന്നത്. പറഞ്ഞോളാന്ന് പറഞ്ഞിട്ടാണോ പോകുന്നത്? അല്ല ഉള്ളത് തന്നെ. ശരി, ഈ ചിരിയുടെ കാര്യം ഞാൻ ആദ്യം ചോദിച്ചു തുടങ്ങിയതേ എയർലൈൻസിൽ വർക്ക് ചെയ്യുന്നുണ്ടല്ലേ? അതെ. അവിടെ അങ്ങനെയാണല്ലോ, നമ്മൾ ഫുൾ ടൈം ചിരിച്ച് സന്തോഷത്തോടുകൂടി. അതിന്റെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടാണ് എപ്പോഴും ചിരിച്ചോണ്ടിരിക്കണേ? അല്ല, സത്യം പറഞ്ഞ ഞാൻ ആൾക്കാരെ കാണുന്നില്ല, എന്റെ ജോലിയിൽ ഞാൻ ആൾക്കാരെ കാണുന്നില്ല. ഹെഡ് ഓഫീസിലാണ് എന്റെ ജോലി. പക്ഷെ എനിക്ക് നെർവസ്നെസ് വരുമ്പോഴും പിന്നെ ഈ കുഴഞ്ഞ രീതിയിൽ നിൽക്കുമ്പോഴൊക്കെ ഇങ്ങനെ കുഴഞ്ഞ രീതി എനിക്ക് മനസ്സിലല്ല. എന്ത് രീതി അത്? അതായത് നമുക്ക് ഉത്തരം കിട്ടാത്ത രീതി, ചമ്മിയ രീതി, ആ ഒരു സിറ്റുവേഷനിലൊക്കെ വരുമ്പോഴാണ് ചിരിയിലങ്ങ് മയക്കും. അതന്നെ, കറക്റ്റ്, അതാണ് ഉദ്ദേശം. ആളെ സ്ക്രീനിൽ കാണുന്ന പോലെ അല്ലല്ലോ നേരിട്ട് കാണാനായിട്ട്. ആകെ വന്ന് ഒരു കുഞ്ഞാണല്ലോ. അതും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ ഈ സിനിമ ഞാൻ ഊഴം സിനിമ ചെയ്തതിന് ശേഷം ഒന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ, ആൾക്കാരെ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങി. ഈയിടെ ഞാൻ മാവലിക്കര എന്റെ റിലേറ്റീവ്സിന്റെ ഒക്കെ കൂടെ പോയി സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോയപ്പോ എല്ലാരും ചോദിക്കുക, അതാ ആ സിനിമ നടിയുടെ അനിയത്തിക്കുട്ടി പോണോന്ന്. അപ്പൊ ഞാൻ അനിയത്തിക്കുട്ടി അല്ല, അത് തന്നെയാ ഞാൻ. കാണൂലല്ലോ, വണ്ണം കുറച്ചു അല്ലേ സിനിമ കഴിഞ്ഞിട്ട്, ഷൂട്ട് കഴിഞ്ഞിട്ട്? ഞാൻ പറഞ്ഞു അല്ല, വണ്ണം കൂടിയിരിക്കുക. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് കുറച്ചുകൂടെ വണ്ണം ഒന്ന് കൂടിയിരിക്കുന്നത്. വെച്ചാൽ ചോറെല്ലാം കഴിച്ച് നാട്ടിലിപ്പോ കുറച്ച് ദിവസം നിന്നല്ലോ, ഇപ്പൊ ഓണം സീസൺ ആണ്, അതുകൊണ്ട് ഫുൾ ടൈം ചോറായിരുന്നു വീട്ടില്. ചുരുക്കത്തിൽ സ്ക്രീനിൽ കാണുന്നതിന്റെ ഒരു മിനിയേച്ചർ രൂപമാണ് ഞാൻ നേരിട്ട് കാണുന്നതെന്ന്. കുറച്ച് സ്ക്രീനിൽ കാണുമ്പോ വലിയ ആളാണ്. അത് എനിക്ക് അറിയില്ല അതെന്താന്ന്. അയ്യോ, ഞാൻ മാത്രമല്ല പറഞ്ഞ അത് കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. അയ്യോ, സിനിമ കാണുന്ന പോലെയല്ല, ആള് ഭയങ്കര ഡിഫറെന്റ് ആന്ന് പറയുന്നു. ഡിഫറെന്റ് ആന്ന് അവര് പൊളൈറ്റ് ആയിട്ട് പറയുന്ന. അതിനകത്ത് ഭയങ്കര ആനപ്പോലെ ഉണ്ട്, ഇപ്പൊ കണ്ട ആനപ്പോലെ ഇല്ല എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതാണ് അവർ ഉദ്ദേശിച്ചത്. പിന്നെ വേറൊരു ഗുണമുണ്ട് കേട്ടോ, സ്ക്രീനിൽ അത്രയും സ്ക്രീൻ പ്രസൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പൊ നല്ല നല്ല ആക്ടേഴ്സിന്റെ ഒക്കെ കൂടെ പൃഥ്വിരാജിന്റെ ഫഹദ് ഫാസിലിന്റെ കൂടെ അഭിനയിച്ചില്ലേ? കറക്റ്റ്. ദിവ്യ ദുബായിലല്ലേ ജനിച്ചും വളർന്നൊക്കെ? അതെ, ദുബായിലാണ് ജനിച്ചും വളർന്നൊക്കെ. അപ്പൊ ദുബായിന്ന് ബാംഗ്ലൂർ വഴി മലയാള സിനിമയിലോട്ട് എത്തിയല്ലേ? അയാൾ ഞാനല്ല എന്ന് പറഞ്ഞ സിനിമയില് ദുബായിലുള്ള ആൾ എങ്ങനെയാണ് വിനീത് കുമാർ കണ്ടുപിടിച്ചത് അയാൾ ഞാനല്ല എന്ന് പറഞ്ഞ സിനിമയില്? അത് രസമാണ്. വിനീതേട്ടൻ എന്റെ മുഖം കണ്ടത് ഒരു വെഡിങ് ഹൈലൈറ്റ്സിൽ. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് റിയ എന്ന അവളുടെ പേര്, കാവ്യമാധവന്റെ ബ്രദറിന്റെ വൈഫ്. കറക്റ്റ്, മിടിക്കാണ് കേട്ടോ. അങ്ങനെ എനിക്ക് വിളി വന്നു റിയയുടെ കയ്യിൽ നിന്ന്, ചുമ്മാ ചെയ്യുന്ന അവളിങ്ങനെ. അതെ, ഞാൻ വിചാരിച്ചു ഇവിടെ ചുമ്മാ തമാശ പറയായിരിക്കും. അങ്ങനെ വിനീതേട്ടൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചു, വിനീതേട്ടൻ എന്നെ വിളിച്ചു, സംസാരിച്ചു. അങ്ങനെയാണ് പുള്ളിക്കാരൻ പറഞ്ഞ ഹീര എന്നുള്ള കഥാപാത്രമാണ്, ഇതാണ് കഥ, ചെറുതായിട്ടൊന്ന് പറഞ്ഞു തന്നു. ഇത് ഇത്രേ ഉള്ളൂ കഥ, സിമ്പിൾ റോളാണ്, ദിവ്യക്ക് ചെയ്യാൻ പറ്റും, ഒരു ബബ്ലി ക്യാരക്ടറാണ് വേണ്ടതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാ പിന്നെ ഓക്കെ. ബബ്ലി എന്നാണോ പറഞ്ഞത് അതോ ഒരു സുന്ദരിയാണ് ഞങ്ങൾക്ക് ആവശ്യം എന്നാണോ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞില്ല, ബബ്ലിനെ പറഞ്ഞില്ല. സത്യം പറഞ്ഞോ?
ആരും പറയില്ല, ചിത്രം പറയില്ല. ഇല്ല വിനീതയുടെ നല്ല അത്രേ പറഞ്ഞുള്ളൂ. നല്ലൊരു ഇങ്ങനെ ഞാൻ ചോദിച്ചു വിനീതന്റെ അടുത്ത് ഇങ്ങനെ ഓഡിഷൻ ചെയ്യണോ, വിനീതൻ എനിക്ക് അറിയില്ല ഞാൻ എങ്ങനെയാ അഭിനയിക്കുന്നത്, ഞാൻ അഭിനയിച്ചിട്ടില്ല ഇതുവരെ, ഓഡിഷൻ വേണോന്ന് ചോദിച്ചു. അപ്പൊ പുള്ളിക്കാരൻ ഒരു സിനാരിയോ പറഞ്ഞു. അങ്ങനെ ഞാനൊരു ഓഡിഷന്റെ ക്ലിപ്പ് അയച്ചു കൊടുത്തു. സിനാരിയോ ഇങ്ങനെയുള്ളൂ, ഏത് നടനായിക്കോട്ടെ ആരായിട്ടും ഇഷ്ടം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അമീർ ഖാനെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഓക്കെ, അമീർ ഖാൻ ഇങ്ങനെ മുമ്പിൽ വരിക, ദിവ്യയുടെ റിയാക്ഷൻ എന്തായിരിക്കും? ഭയങ്കര ഇഷ്ടമാണ് ദിവ്യക്ക് ആളിനെ, പക്ഷെ മൈൻഡ് ചെയ്യാതെ അങ്ങ് നടന്നു പോയി കളഞ്ഞു. ഞാൻ നോക്കിയിട്ട് ഏതാടി എന്നുള്ള രീതിയിൽ നോക്കിയിട്ട് അങ്ങ് പോയി കളഞ്ഞു. ദിവ്യയുടെ റിയാക്ഷൻ എന്തായിരിക്കും, ഇതൊന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഐ എം ലൈക്ക് ഓക്കെ. ഞാനൊരു 25 ടേക്സ് ചെയ്തു വീട്ടിൽ തന്നെ. അതിനൊക്കെ മുമ്പില് എനിക്കൊരു പൂച്ചക്കുട്ടിയുണ്ട്, പുള്ളിക്കാരത്തിയായിരുന്നു അമീർ ഖാനായിട്ട് എന്റെ ഒരു ബിക്കോസ് എനിക്ക് എന്തെങ്കിലും ഒരു റിയാക്ഷൻ വേണ്ടേ. അവൾ എന്റെ മുഖത്ത് നോക്കിയിട്ട് എന്നെ ഇങ്ങനെ നിക്ക, എന്താ ഈ പിശാച് കാണിക്കുന്നുള്ള രീതിയിൽ. സത്യം അത് വിനീതയുടെ കണ്ടപ്പേക്ക് എന്റെ ദൈവമേ, എനിക്ക് നിന്നെക്കാട്ടി ഇഷ്ടപ്പെട്ട ആ പൂച്ചയുടെ റിയാക്ഷൻ ആണ്. ഓ ഈ കുന്നത്തിനെ ഇവിടെ നിർത്താറുണ്ടായിരുന്നു. 2015 ഓഗസ്റ്റ് മാസത്തിൽ ഇറങ്ങിയ അയാൾ ഞാനല്ല എന്ന് പറഞ്ഞ സിനിമയിലൂടെ മലയാള സിനിമയിലേക്ക് വന്നു. ഇതിപ്പോ മാസം സെപ്റ്റംബർ ആയില്ലേ? ഈ ഒരു ഗ്യാപ്പ് വരാൻ കാരണം എന്ന് വെച്ചാൽ സിനിമയുടെ ഷൂട്ട് ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഒരു 20 to 40 days ആണല്ലോ. എനിക്ക് ലീവ് എടുക്കാൻ പറ്റത്തില്ല. ഞാൻ ആകെ ഈ സിനിമ അയാൾ ഞാനല്ല മാത്രമേ ചെയ്യുള്ളൂ. ഓക്കെ, ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. പറയാലോ നമുക്ക് മുത്തശ്ശിയൊക്കെ ആവുമ്പോഴത്തേനും നമ്മുടെ പിള്ളേരുടെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറയാലോ. അങ്ങനെ അതിനു വേണ്ടി മാത്രമാണ് ഞാൻ ചെയ്തത്. പിന്നെ ഈ വേറെ റോൾസ് ഒക്കെ വന്നപ്പോൾ ഐ വാസ് നോട്ട് ഷുവർ. നല്ലൊരു ക്യാരക്ടർ വന്നിട്ടുണ്ടായിരുന്നു, രാജേഷ് നായർ ചെയ്ത ഒരു സിനിമ വിജയമേനോൻ ചേട്ടന്റെ കൂടെ, സോൾട്ട് മാംഗോ ട്രീ. അതെനിക്ക് ഒത്തിരി വിഷമമായി, എനിക്ക് അത് ചെയ്യാൻ പറ്റാതെ ലീവ് കാരണം ഞാൻ അത് മാറ്റിവെച്ചു. അതുപോലെ തന്നെ കുറച്ച് വേറെ സിനിമകളും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് ഡിസംബറിലാണ് ശ്യാമേട്ടന്റെ കോൾ വരുന്നത്. ശ്യാംദത്ത് സെയിൻ എന്ന് പറയുന്നത് സിനിമാറ്റോഗ്രാഫർ ഊഴത്തിന്റെ. ശ്യാമേട്ടന്റെ അടുത്ത് പറഞ്ഞു ദിവ്യ ഇങ്ങനെ ഒരു ഇതുണ്ട്, പൃഥ്വിരാജ് ആണ് ആക്ടർ, അധികം ഡയലോഗ്സ് ഒന്നുമില്ല, യു വിൽ ബി ഏബിൾ ടു ഡു ഇറ്റ്. ഇതാണ് പുള്ളിക്കാരൻ ആദ്യം എന്റെ അടുത്ത് പറഞ്ഞത്. ബിക്കോസ് ആൾക്കറിയാം ഐ ബി എ ബിറ്റ് നെർവസ്, എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഇതിൽ. യു വിൽ ബി ഫൈൻ, പക്ഷെ ഇറ്റ്സ് എ സ്ട്രോങ് ബോൾഡ് ക്യാരക്ടർ ആണ് ദിവ്യ, ബട്ട് ദിസ് ഇസ് ആൻ ഓപ്പർച്യൂണിറ്റി ഓഫ് എ ലൈഫ് ടൈം. ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് ജിത്തു ചേട്ടന്റെ അടുത്ത്, ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ് എന്ന് പറഞ്ഞു. അത് ഓക്കെ. എന്നിട്ട് ജിത്തു ചേട്ടൻ എന്റെ അടുത്ത് സ്ക്രിപ്റ്റ് അയച്ചു തന്നു, എന്നെ വിളിച്ച് സംസാരിച്ചു, പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞു ജിത്തു ചേട്ടാ എനിക്ക് ഓഡിഷൻ ചെയ്യണം, ചെയ്യാൻ പറ്റുമോ ഇല്ലയോ നമുക്ക് അറിയില്ലല്ലോ, പിന്നെ നമ്മൾ അവിടെ ടൈം വേസ്റ്റ് ചെയ്യുമോ എന്നാണ് എന്റെ പേടി. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഞാൻ ക്യാരക്ടർ വായിച്ചു നോക്കിയപ്പോ മലയാളത്തിലാണ് എനിക്ക് സ്ക്രിപ്റ്റ് അയച്ചു തന്നെ, മമ്മിയാ വായിച്ചു തന്നെ, നവരസങ്ങളെല്ലാം ഉണ്ട് അതിനകത്ത്. അപ്പൊ അതെനിക്കൊരു പേടിയായിരുന്നു, ഇതെല്ലാം എന്നെ കൊണ്ട് പറ്റുമോ, എനിക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു പേടിയുണ്ടായിരുന്നു. അതായത് ചുരുക്കത്തിൽ നന്നായിട്ട് അഭിനയിക്കണം, വെറുതെ നിന്നാ പോരാ, ചിരിച്ചോണ്ട് നിന്നാ പോരാ, ഇതിനകത്ത് ശരിക്കും അഭിനയിക്കണം, ജോലി എടുക്കണം, എന്നാലും കാശ് തരുള്ളൂ എന്ന് പറഞ്ഞു. അതെ, അതാണ് എനിക്ക് പേടിയായി. പിന്നെ എന്റെ പേടിന്ന് വെച്ചാൽ ഇവരൊക്കെയല്ലേ വലിയ വലിയ ആൾക്കാരാണ് സെറ്റില്. പിന്നെ ജിത്തു ചേട്ടൻ പറഞ്ഞു ഓഡിഷൻ ഇല്ല, വർക്ക്ഷോപ്പ് ഉണ്ട് ദിവ്യ എന്ന് പറഞ്ഞിട്ട് വർക്ക്ഷോപ്പിന് വിളിച്ചു. വർക്ക്ഷോപ്പിന് പോയപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് രസ്നനെയും ടോണി ലൂക്കിനെയൊക്കെ കാണുന്നത്. അവരായിരുന്നു എന്റെ കൂടെ ഉള്ള ആക്ടേഴ്സ്, ആദ്യമായിട്ട് അഭിനയിക്കുന്നവര്. ബിക്കോസ് നമുക്ക് കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നു. അപ്പോ അവിടെ ചെന്ന് ഒരു സീൻ ഉണ്ടായിരുന്നു, പക്ഷെ ആ സീൻ പിന്നീട് നമ്മൾ ഷൂട്ട് ചെയ്തപ്പോ ആ സ്ക്രിപ്റ്റിലില്ല ആ സീന്. അതൊരു ഞാനും പൃഥ്വിരാജും തമ്മിൽ ഒരു കോൺവെർസേഷൻ ചെയ്യുന്ന ഒരു സീനായിരുന്നു. ഭാഗ്യത്തിന് സിനിമയിൽ വന്നപ്പോ അതുണ്ടായിരുന്നില്ല. രാജേട്ടൻ പറഞ്ഞു അത് വേണ്ടാന്ന്. ആക്ച്വലി ആയി പോയോന്നൊരു ഇതുണ്ടായിരുന്നു. ബിക്കോസ് ആ ഡയലോഗും ഭയങ്കര കട്ടിയുള്ള ഡയലോഗ്. ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു മോളെ അത്. ഞാൻ കഷ്ടപ്പെട്ടു. അത് ഞാൻ രാവിലെ ലാൻഡ് ചെയ്തിട്ട് നേരെ ഇതിലേക്കാ പോയെ. അപ്പൊ ഞാൻ പറഞ്ഞു ദൈവമേ പാടുപെട്ടു, എന്റെ അടുത്ത് പറയാൻ വീട്ടിൽ പോയിക്കോളാൻ പറയും. ഈശ്വരാ പെട്ടു എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ജിത്തു ചേട്ടൻ പറഞ്ഞു ഇല്ല കുഴപ്പമില്ല ദിവ്യ, സാറിയില്ല, ദിവ്യ ടെൻഷൻ അടിക്കുന്നുണ്ട്, അത് വേണ്ട നമുക്ക്. ഞാൻ ജിത്തു ചേട്ടൻ പക്ഷെ വലിയ ഡയറക്ടർ അല്ലേ, ഒന്നും വിചാരിക്കണ്ട, ഞാൻ സിമ്പിൾ ആയിട്ടല്ലേ. അതെ പറഞ്ഞ. അപ്പം ലൈക്ക് എന്റെ ദൈവമേ ഞാൻ ഇത് എങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ള രീതിയിൽ അത് ശരി, ഇവിടെ ഈ ഒരു ക്യാമറ ഞാനും പിന്നെ 2 പേരും ഉള്ളൂ, അപ്പൊ അവിടെ സെറ്റിൽ വരുമ്പോ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു അതാ എന്ത് ചെയ്യും. ഈസേക്ക് ഒന്നും പേടിക്കേണ്ട ദിവ്യ, ദിവ്യയുടെ പ്രശ്നം ദിവ്യ തന്നെയാണ്. ഈ അൺനെസസറി ആയിട്ടുള്ള ഒരു ഇതൊക്കെ ചിന്തകളൊക്കെയാണ് മനസ്സിലായി, അതൊക്കെ വിട്ടുകള എന്ന് പറഞ്ഞു. പിറ്റേ ദിവസമാണ് ഞാനും ടോണിയും ഉള്ളതായിട്ടുള്ള ഒരു കോമ്പിനേഷൻ സീൻ ചെയ്തത്. ആ സീനായിരുന്നു പിന്നെ ഇച്ചിരി ഒരു ഓക്വേർഡ് അല്ല, ഒരു അങ്ങനെ ആ ഒരു സീനിലേക്ക് ഫ്ലോ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നോട് ഇത് പറയുമ്പോ തന്നെ ദിവ്യക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പൊ പിന്നെ സിനിമ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏതാ സീൻ അല്ലേ. ഇനി ബാക്കി പറ. അതെന്താന്ന് വെച്ചാൽ ജിത്തു ചേട്ടൻ പറഞ്ഞു നമ്മൾ 2 പേരും ഓക്വേർഡ് ഫീൽ ചെയ്യുന്നുണ്ട്, ആ ഒരു കെമിസ്ട്രി വരുന്നില്ല. ടോണി ജിസ്റ്റാനാണെങ്കിൽ കുരിശൊക്കെ വരച്ചിട്ട് പേടിച്ചിട്ട് ദിവ്യ ഓക്കെ ഐ വിൽ ടച്ച് യുവർ ഷോൾഡർ ഹിയർ ആൻഡ് ഐ വിൽ കം ക്ലോസ്. ഓക്കെ ഞാനിങ്ങനെ ഞാനും ഓക്കെ
ഓക്കെ പേടിച്ച് വിത്ത് യുവർ പെർമിഷൻ എല്ലാം പറഞ്ഞിട്ട് വിത്ത് യുവർ പെർമിഷൻ ഐ ലൈക് നോ പ്രോബ്ലം. അപ്പൊ അല്ല ഇതെന്താ ചിത്തിച്ചേട്ടൻ ചോദിക്കാം. പിന്നെ നിന്നിട്ട് സൈഡിലോട്ട് അല്ല ഇതെന്താ നിങ്ങളുടെ പരിപാടി എന്താ? അതെ, എനിക്ക് ഇപ്പോഴത്തെ പിള്ളേരുടെ എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ചെയ്യുക. അതാ ഇതൊക്കെ എങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നില്ല. ഞാൻ പറഞ്ഞ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാ. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, അങ്ങോട്ട് മാറി നിന്നിട്ട് ഞാൻ കുറച്ച് സമയം തരാം, നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ അതൊന്ന് കമ്പോസ് ചെയ്യുക ആ സീൻ. എനിക്ക് എൻഡ് റിസൾട്ട് ഇതാണ് വേണ്ടത്. ഓക്കെ, ടോണി ചാൻ ആണെങ്കിൽ ഒരു സൈഡിൽ പോയിട്ട് ഒരു പേപ്പറൊക്കെ എടുത്തിട്ട് ക്യാരക്ടർ ഹിസ്റ്ററി അങ്ങ് എഴുതാൻ തുടങ്ങി. ആൻഡ്രൂ എന്ന് പറഞ്ഞ കഥാപാത്രം ഇങ്ങനെയായിരിക്കും, അമ്മയില്ലല്ലോ. അതെ, അപ്പോ ഹീസ് സ്പോയിൽഡ്, ഇതാണ് അങ്ങനെയാണ്. ഞാൻ ഈ മെക്സിക്കൻ സിനിമയിൽ ഇങ്ങനെയൊക്കെ കാണും. ഞാൻ അവിടെ നിന്നിട്ട് വണ്ടർ അടിച്ച് ഇങ്ങനെ നിൽക്കാം. ലൈക്ക് അപ്പോ ചിത്തുചേട്ടൻ വലിയൊരു ഡയറക്ടർ സംഭവം, ഇദ്ദേഹം അതിലും വലിയൊരു, അത് ഇന്റർനാഷണൽ മോഡലാണ് ടോണി. അപ്പൊ ഞാൻ പറഞ്ഞ ടോണി നീ എന്തായാലും ഡയറക്ട് ചെയ്യുക, സീൻ ഡയറക്ട് ചെയ്ത് എന്റെ പറ എന്റെ എങ്ങനെയാ ചെയ്യേണ്ടത്. ഹി ഹെൽപ്ഡ് എ ലോട്ട്. ലൈക്ക് ഇങ്ങനെ പറഞ്ഞു, ദിവ്യ ദിസ് ഇസ് ഗുഡ്, ദിവ്യയുടെ ക്യാരക്ടറാണ്, ദിവ്യയാണ് സ്ട്രോങ് ഇതിനകത്തുള്ള ക്യാരക്ടർ, യു ആർ ദ സ്ട്രോങ് പേഴ്സൺ ദിസ് ക്യാരക്ടർ. ചുമ്മാ അങ്ങ് കോൺഫിഡൻസ് വന്നോളും. അങ്ങനെയാണ് നമ്മൾ ആ സീൻ ഒന്ന് എനാക്ട് ചെയ്ത് ജിത്തു ചേട്ടനെ കാണിച്ചു കൊടുത്തു. ജിത്തു ചേട്ടൻ ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആയി. ഹീസ് ലൈക്ക് അടിപൊളി, ഓക്കെ ഇങ്ങനെ മതി എന്ന് പറഞ്ഞിട്ട് ഹീസ് ലൈക്ക് ഓക്കെ ഫൈൻ ഗോ അഹെഡ്, ഇത് എനിക്ക് ഇഷ്ടമായി, നിങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രി നല്ലതാ, ഓക്കെയാണ് ഒക്കെ പറഞ്ഞിട്ടാണ്. അപ്പൊ ഈ വർക്ക്ഷോപ്പിന് ചെയ്തത് അതേപോലെ തന്നെ ഒരു റെപ്ലിക്ക ആയിരുന്നോ? സീനായിട്ട് എടുത്തപ്പോഴും രീതി ഇത് തന്നെയായിരുന്നു. ലൈക്ക് നമ്മുടെ രീതിയിലാണ് നമ്മൾ ചെയ്തേ ഉള്ളൂ. സാധാരണ മലയാള സിനിമയിലെ ഹീറോയിൻസ് വരുമ്പോ തന്നെ പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ ഇന്റിമേറ്റ് സീൻസ് ഒന്നും ചെയ്യില്ല, ഞാൻ കുറച്ചുകൂടി നാടൻ ഒക്കെയാണ് ചെയ്യാൻ എനിക്ക് ഇഷ്ടം, അല്ലെങ്കിൽ കുറച്ച് ബോൾഡ് എന്നൊക്കെ പറയില്ല. ഇന്റിമേറ്റ് സീൻസ് ആരും പറഞ്ഞാൽ കേട്ടിട്ടില്ല. രണ്ടാമത്തെ സിനിമയാണ് ഊഴം. ഇതിൽ ചെയ്തിരിക്കുന്ന ആ ഇന്റിമേറ്റ് സീൻ അപ്പൊ ഒരു ഞെട്ടലുണ്ടാക്കിയോ ആ ഒരു സ്ക്രിപ്റ്റ് ജീത്ത് പറഞ്ഞപ്പോ? ഒരു ഞെട്ടലുണ്ടായിരുന്നു, എങ്ങനെ ഞാൻ ചെയ്യും എന്നുള്ള ഒരു ഇത്. പക്ഷെ നമ്മുടെ കൂടെയുള്ള ആർട്ടിസ്റ്റ് കംഫർട്ടബിൾ ആണെങ്കിൽ, നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നിക്കാത്ത രീതി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു കുഴപ്പമില്ല. ഹി വാസ് എ ഡീസന്റ് ഗായ് ടോണി. അതെ, എനിക്ക് ഒരു ഓക്വേർഡ് ഫീലിംഗ് തോന്നിയിട്ടില്ല. അങ്ങനെയാണ് ഞാൻ ടോണിനെ വിളിച്ച് ചോദിക്കണത്, ടോണിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നി? ദിവ്യ കയറി പിടിക്കുമല്ലോ ചെയ്തായിരുന്നോ? ഒരു ദിവ്യ ഞാൻ റൈറ്റിലോട്ട് വരുമ്പോ ദിവ്യ ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യണം, ഇങ്ങനെയായിരുന്നു. അങ്ങനെയായിരുന്നു ടോണി ചാൻ. അപ്പൊ ജിത്തു ചേട്ടൻ ടോണി ചായ ഒന്ന് പിടിക്ക്, ടോണി ചായ ഇങ്ങനെയായിരുന്നു ജിത്തു ചേട്ടൻ. അപ്പൊ കോമഡി ആയിരുന്നു. ജിത്തു ചേട്ടൻ കൊറേ വെള്ളം കുടിച്ചു. ഈ സീൻ കണ്ടിട്ട് വീട്ടുകാരൊക്കെ എന്ത് പറഞ്ഞു? ഓക്കെ എടാ സിനിമയാണ്, അല്ലാതെ റിയാലിറ്റി ഒന്നും അല്ലല്ലോ. പിന്നെ ഇപ്പൊ ഇഫ് ഇറ്റ് വാസ് ഓക്വേർഡ്, ഇതിന്റെ കൂടെ ഉള്ള സ്റ്റാർ ഓക്വേർഡ് ആയിരുന്നെങ്കിൽ ഇതല്ലായിരിക്കും എന്റെ റിയാക്ഷൻ. സത്യം പറയാലോ, ഞാൻ വേറെ വല്ലതൊക്കെ പറഞ്ഞു പോയേനെ. പക്ഷെ റേഡിയോ ഒന്നും നോക്കൂല. അതെ, റേഡിയോ ഒന്നും നോക്കൂല. പക്ഷെ അതല്ലായിരുന്നു. ഹി നെവർ മേഡ് മീ ഫീൽ അൺകംഫർട്ടബിൾ. തന്നെയല്ല വേറെ അനാവശ്യ സംസാരമൊന്നും ഇല്ല. ഇറ്റ് ഈസ് ജസ്റ്റ് നമ്മൾ ഒരു മെസ്സേജ് കൺവേ ചെയ്യാണ്. ഇറ്റ് വാസ് ഇമ്പോർട്ടന്റ് ഫോർ ദാറ്റ് സീൻ. ആ ഒരു സിനിമയിൽ ആ സീക്വൻസിൽ ഇറ്റ് വാസ് ഇമ്പോർട്ടന്റ് ഓൾസോ. അത് ചെയ്തില്ലെങ്കിൽ ഇറ്റ് വുഡ് ബി ഓക്വേർഡ്. ലൈക്ക് അത് ആ ഒരു പാറ്റേൺ, ആ ഒരു ഇത് വന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഒരു ഇത് വരും? അതന്നെ, ദിസ് ഇസ് ഓൾ ആക്ടിങ്. ദുബായിലാണ് ജനിച്ചോ വളർന്നത് അല്ലേ ദിവ്യ? അതെ, ജനിച്ചോ വളർന്നൊക്കെ ദുബായില്. NRI ആണ് ബേസിക്കലി. NRI ആണ് ബേസിക്കലി. ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്ന NRI ബാങ്ക് അക്കൗണ്ട് പാടാടാ രണ്ടും മെയിൻറ്റെയിൻ ചെയ്യാൻ. കാശൊക്കെ കിട്ടുന്നല്ലേ? കൊറേ ഇതുണ്ട്, ഫോർമാലിറ്റീസ് ഉണ്ട്. അതൊന്നും ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഡാഡിയല്ലേ ഇതെല്ലാം നോക്കിക്കൊണ്ടിരുന്നത്. അല്ല, അപ്പൊ സിനിമയിൽ കിട്ടുന്ന കാശൊക്കെ ഏത് അക്കൗണ്ടിലേക്ക് പോണേ? NRIയില്. സിനിമയിൽ കിട്ടുന്ന കാശ് ഇത് പറഞ്ഞാൽ തോന്നുന്നു ഞങ്ങൾക്ക് കാശ് അങ്ങ് വാരിയാന്ന്. സമയമുള്ളൂ, രണ്ടാമത്തെ പടല്ലേ ആയിട്ടുള്ളൂ. ഇപ്പൊ ദുബായിൽ വളർന്ന ഒരാളാണല്ലോ. ഈ മലയാളം ഇൻഡസ്ട്രിയിൽ ഒരു പ്ലേസ് കണ്ടുപിടിക്കാനായിട്ടൊരു ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഒക്കെ ഫിറ്റ് ഇൻ ചെയ്യാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഒക്കെ തോന്നുന്നുണ്ടോ? ഇല്ല, ബിക്കോസ് എന്താണെന്നറിയോ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ കോയമ്പത്തൂർ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് ഞാൻ +1 +2 ചെയ്തത് തിരുവല്ലയായിരുന്നു. ലാംഗ്വേജ് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നോ? ഞാൻ കൂടുതൽ അത് ഫീൽ ചെയ്തെന്നറിയോ, ലൈക്ക് നാട്ടുകാരായിട്ട് ഇന്ററാക്ട് ചെയ്യില്ലേ, നമ്മളിപ്പോ കടയിൽ പോയി സാധനം മേടിക്കാനായിട്ട് അങ്ങനത്തെ സിറ്റുവേഷനിൽ ഞാൻ കുറെ വെള്ളം കുടിച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഓരോരോ വാക്കുകൾ ഇങ്ങനെ പെറുക്കി എന്ത് വാക്കാ ഞാൻ അവിടെ ഉപയോഗിക്കുന്നത്. അതെന്ന് വെച്ചാൽ അത് മലയാളത്തിന്റെ എനിക്ക് അറിയാൻ വയ്യാത്തതിന്റെ പ്രശ്നമല്ല, അത് ഞാൻ പറഞ്ഞാൽ തെറ്റായി പോവോ, റേഡിയോയിൽ കേൾക്കുന്നതല്ലേ. അപ്പൊ ആളെ കണ്ടിട്ടെങ്കിലും ചിരിയിൽ വായിക്കായിരുന്നു. അതെ, അത് തന്നെ, ആളെ കണ്ടു ചിരിയിൽ വായിക്കായിരുന്നു. ഇത് ശബ്ദമല്ലേ കേൾക്കണേ, അതും ലാംഗ്വേജ്, നമ്മുടെ ലാംഗ്വേജ്, അതിന്റെ ഒരു നെർവസ്നെസ് ആണ്. അല്ലെങ്കിലും എനിക്ക് എഴുതാനാണ് കൂടുതൽ. ഇപ്പൊ ഞാൻ കൂടുതൽ ഇന്റർവ്യൂസ് അവര് ഓൺലൈനിലൊക്കെ ഇമെയിൽ അയച്ചു തരുന്നുണ്ട്. ഇറ്റ്സ് ഈസിയർ ടു റൈറ്റ്. എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് ത്രൂ റൈറ്റിംഗ്. ബട്ട് എനിക്ക് വാക്കുകൾ സംസാരിക്കുമ്പോൾ ഇന്റർവ്യൂസിലും ഞാൻ വീഡിയോ ഇന്റർവ്യൂസിലും ഞാൻ അതാ ഒരു ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യണം. എനിക്ക് വാക്കുകൾ അങ്ങനെ വരുന്നില്ല. മലയാളം നന്നായിട്ട് എഴുതാനും വായിക്കാനും അറിയോ? എന്താ? മലയാളം എഴുതാനും വായിക്കാനും അറിയോന്ന്? ഇല്ലല്ലോ അല്ലേ? ഞാൻ പറയണോ?
എനിക്ക് ബോർഡ് ഇങ്ങനെ വായിക്കാൻ അറിയാം, ലൈക്ക് ഈ സ്ഥലങ്ങളുടെ ബസിന്റെ ബോർഡൊക്കെ വായിക്കാൻ അറിയോ? അതന്നെ, ബസിന്റെ ബോർഡ്. പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ അങ്ങനെ. പക്ഷെ ഈ ഫുൾ സ്ക്രിപ്റ്റ് ഒക്കെ തന്നാല് ഞാൻ പാടുവിടും. പിന്നെ ഈ പത്രം വായിക്കാനൊക്കെ. പത്രം വായിക്കോ? ഇംഗ്ലീഷില് വായിക്കോ? വായിക്കും ചിലപ്പോ. ഇന്ന് വായിച്ചോ? ഇന്ന് വായിച്ചില്ല. എന്റെ ദൈവമേ, ഇവിടെ പണ്ട് വന്നവർക്ക് അങ്ങനെ കുറച്ച് അബദ്ധമൊക്കെ പറ്റിയിട്ടുണ്ട്. വലിയ പിന്നെ പറഞ്ഞിട്ടുണ്ട്. ഇല്ല ഇല്ല, അങ്ങനത്തെ നല്ല ശീലങ്ങളൊന്നും എനിക്കില്ല. വായിക്കുന്ന ശീലമുണ്ട്, വായിക്കുന്ന ശീലം ഇല്ല എന്നല്ല പറയണേ. പക്ഷെ എന്ത് ബോറല്ലേ. സ്പൈസി ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ വായിക്കാൻ പറ്റുള്ളൂ. അതെ, ഈ ഫിലിം മാഗസീൻ പോലെയൊക്കെ. ഇന്റർവ്യൂസ് ഒക്കെ എല്ലാം വെട്ടിയൊട്ടിച്ച് വെച്ചിട്ടുണ്ടോ വന്നതൊക്കെ? ഇല്ല 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 ഇല്ല. എന്റെ ദൈവമേ, എടാ എനിക്ക് എന്റെ മുഖം കാണാൻ ഇഷ്ടമല്ലടാ. ഓ, വുഡ് യു ലൈക്ക് ഇറ്റ്? സ്വന്തമായിട്ട് ലൈക്ക് നമ്മുടെ ഇതന്നെ കാണുമ്പോ ലൈക്ക് അയ്യോ എന്റെ ദൈവമേ എന്റെ മുഖം കണ്ടോ. പക്ഷെ ഞാനിവിടെ വന്നപ്പോ തൊട്ട് പറയാണ് ദിവ്യ കാണാൻ സുന്ദരിയാണ്, കാണാൻ സുന്ദരിയാണ്. പിന്നെന്താ? അത് ശാലിനിക്ക് തോന്നുന്നു, അത് എന്റെ കണ്ണിൽ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഇതിന്റെ അഹങ്കാരം എന്നാണോ അതോ വിനയം എന്നാണോ വിളിക്കേണ്ടത് എനിക്ക് അറിഞ്ഞൂടാ. അയ്യോ ദൈവമേ, രണ്ടും അല്ല. ഈ റൗണ്ടിന്റെ പേര് ഷൂട്ട് ഔട്ട് അറ്റ് സ്പോട്ട്ലൈറ്റ് എന്നാണ്. എന്താ ഒന്നും മിണ്ടാത്തെ? കേൾക്കണില്ലേ? കേൾക്കുന്നുണ്ട്. ഇപ്പൊ ഷൂട്ട് ഔട്ട്, അതായത് റാൻഡം ക്വസ്റ്റ്യൻസ് വരും. അതല്ല, വായിലിരിക്കുന്ന ചിപ്സ് ആദ്യം ഒന്ന് ഇറക്കിക്ക്. കുറെ നേരമായി കുറച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട്. ഒരു നായികയ്ക്ക് സിനിമയിൽ അഭിനയിക്കാൻ അറിയില്ലെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് ലുക്സിൽ, കോണ്ടാക്ട്സിൽ, ഗോഡ് ഫാദർ ഉണ്ടെങ്കിൽ. എന്താ ഒന്നുകൂടെ പറഞ്ഞ്? ഒരു നായികയ്ക്ക് മലയാള സിനിമയിൽ അഭിനയിക്കാൻ അറിയില്ലെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് പിന്നുള്ള കോണ്ടാക്ട്സ്. ലുക്സിൽ വലിയ കാര്യമൊന്നുമില്ല. ലുക്സില് കാര്യമില്ല, കോണ്ടാക്ട്സ് വേണം. ആയിക്കോട്ടെ. ദിവ്യ സുന്ദരിയാണെന്ന് ഇൻഡസ്ട്രിയിൽ പറഞ്ഞിട്ടുള്ള മെയിൽ ആർട്ടിസ്റ്റ് MALE. സേഫ് ആയിട്ടുള്ള ആളുടെ പേര് പറയാം, വിനീതൻ. എന്നാ അടുത്ത ആളുടെ പേര് പറഞ്ഞേ? ഓ ദൈവമേ, എന്നാ പിന്നെ അടുത്ത സേഫ് ആയിട്ടുള്ള ആൻസൺ ആൻഡ് ടോണി. എന്നോട് സീക്രട്ട് ആയിട്ട് പറയൂ ആരാ ശരിക്കും പറഞ്ഞിട്ടുള്ളത്? പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറയൂല. ലീഡ് ആക്ടേഴ്സ് ആരും പറഞ്ഞിട്ടില്ലേ? ലീഡ് ആക്ടേഴ്സും ലീഡ് ആക്ട്രസസും ആരും ഒന്നും പറഞ്ഞിട്ടില്ല. അത്ര വിശ്വാസം പോരാ. ഇൻഡസ്ട്രിയില് ദിവ്യക്ക് സുന്ദരനാണെന്ന് തോന്നിയിട്ടുള്ള മെയിൽ ആർട്ടിസ്റ്റ് വീണ്ടും ഫഹദിന്റെ കണ്ണ് ഭയങ്കര നല്ലതാ. ഞാൻ കണ്ണും മൂക്കും ചുണ്ടോന്നല്ല ചോദിച്ചത്, സുന്ദരനാണ് മൊത്തത്തിൽ തോന്നിയിട്ടുള്ളത്. പൃഥ്വിരാജ്. എന്താ പറയുന്ന എത്ര മടി? അതിപ്പോ ദിവ്യ പറഞ്ഞിട്ട് വേണ്ട, എല്ലാവർക്കും അറിയുന്ന കാര്യം. പൃഥ്വിരാജ്. അപ്പൊ പൃഥ്വിരാജിനെ ഇങ്ങനെ നോക്കിക്കുവായിരുന്നു കോമ്പിനേഷൻ സീൻസിലൊക്കെ? ദൈവമേ, ഇല്ല അങ്ങനെ നോക്കി നിൽക്കില്ലായിരുന്നു. പക്ഷെ എനിക്ക് തോന്നിയത് സ്ക്രീനിലാണേലും പുറമെ ആണേലും ഹി ലുക്സ് വെരി വെരി ഹാൻസം. അത് തോന്നലല്ല, സത്യം തന്നെ. ഈശ്വര, ചുരുക്കത്തിൽ കുറെ നോക്കി നിന്നിട്ടുണ്ട്. ഈ കൊച്ചിന് അടിമേടിക്കും. ശരി, ഞാനിനി പറയുന്ന സിനിമകളില് ദിവ്യക്ക് കമ്പാരിറ്റീവ്ലി ചെയ്യാൻ ഈസി ആയിട്ടുള്ള റോൾ. കിലുക്കത്തിലെ രേവതി, മണിച്ചിത്രത്താഴിലെ ശോഭന, തലയണ മന്ത്രത്തിലെ ഉർവശി. ഇതൊക്കെ എന്ത് നിസ്സാരം. അങ്ങനെ മണിച്ചിത്രത്താഴിലെ ശോഭനയായിരിക്കും. പിന്നെ കിലുക്കത്തെ രേവതി സിമ്പിൾ ആണ്. ഞാൻ ഇച്ചിരി കോമഡി അല്ലേ, അപ്പൊ അതുപോലെ എളുപ്പമായിരിക്കുമല്ലോ, നമുക്ക് ഊഹിക്കാം. ശരി, സുന്ദരിയായിട്ട് സെൽഫീസ് ഒക്കെ ഇഷ്ടം പോലെ എടുക്കും ഫോണില്. എടുക്കും, പക്ഷെ അത് സുന്ദരി ആയതുകൊണ്ടല്ല, ഏത് ആംഗിളിൽ നിന്നാ കുറച്ച് വണ്ണം കുറഞ്ഞു തോന്നുന്നത് നോക്കാൻ, അത് കണ്ടുപിടിക്കാൻ വേണ്ടിട്ടാണ്. എന്താ ചോദിക്കട്ടെ, ഇപ്പൊ ഫോണില് ഇപ്പൊ എന്റെ മുന്നിലിരിക്കുന്ന ഫോണിലുള്ള സെൽഫീസിന്റെ എണ്ണം പറഞ്ഞ എത്ര ഉണ്ട്? 50 എങ്കിലും ഉണ്ടാവും. 50 എണ്ണോ? 50 എണ്ണം. എന്നിട്ട് ഇങ്ങനെ വെറുതെ സ്വയം നോക്കിക്കൊണ്ടിരിക്കോ? ഇല്ല, നോക്കി സന്തോഷപ്പെടുവോ? ഇല്ലെന്നേ. പിന്നെ ആർക്കെങ്കിലും അയച്ചു കൊടുക്കും? ഞാന് അല്ല, അത് വാട്സാപ്പിലെ പ്രൊഫൈൽ പിക്ക് ആക്കാൻ പറ്റിയ ഇത് മാറ്റം വരണ്ട നമുക്ക്, പ്രൊഫൈൽ പിക്ക് മാറ്റാനായിട്ട് അതിനു വേണ്ടി എടുത്ത് നോക്കുന്നതാ. ശരി, ഇപ്പൊ പഴയ പോലെയല്ല, സിനിമാ താരമൊക്കെ ആയി. ഒരു മാസം തട്ടിയും മുട്ടിയും ജീവിക്കാൻ വേണ്ട തുക ദിറംസിൽ പറഞ്ഞാൽ മതി. നിങ്ങൾ ദുബായ്ക്കാരാണല്ലോ. ഷോപ്പിംഗ് ഇല്ലാതെ 3000 വേണ്ടി വരും. 3000 ദിറംസ് വേണ്ടി വരും. ഷോപ്പിംഗോട് കൂടിയോ? ഷോപ്പിംഗ് കൂടെ ഡിപ്പെൻസ്. അന്ന് എന്തായിരിക്കും ഞാൻ ഷോപ്പിംഗ് ചെയ്യുന്നത്. എടാ, ഞാനൊരു ഷോപ്പഹോളിക് ആണ്. എന്റെ അമ്മേ, ഷോപ്പിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാനൊരു 5 വരെ പോകും. 5000 അതിൽ കൂടുതൽ ഞാൻ കൺട്രോൾ ചെയ്തേക്കാം. ഇപ്പൊ പണ്ട് എക്സ്ചേഞ്ച് റേറ്റ് 18. 18ഉം 5000 കൂടി തമ്മിൽ ഇൻഡു ചെയ്താൽ പോരെ? ഇൻഡു ചെയ്താൽ മതി. കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാട്ടാ. അടുത്ത ചോദിച്ചോട്ടെ, ഭർത്താവിനെ കൂടെ കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥലങ്ങള്, ഷൂട്ടിംഗ് ലൊക്കേഷൻ, ഷോപ്പിംഗിന് പോകുമ്പോ, റെസ്റ്റോറന്റിൽ പോകുമ്പോ? ഷോപ്പിംഗിന് പോകുമ്പോ ഡെഫിനറ്റ് ആയിട്ടും. എന്റെ അമ്മോ, നോ വേ. ഇതിന്റെ ആവശ്യമുണ്ടോ? ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. നമുക്കൊരു എക്സ്ട്രാ ചെരുപ്പ് ഉണ്ടാവും, ചിലപ്പോ നമുക്ക് സാരിക്ക് മാച്ച് ആവണില്ലായിരിക്കും, അല്ലെങ്കിൽ ആ ചുരിദാറിന് മാച്ച് ആവണില്ലായിരിക്കും, ആ ഇടുന്ന ഡ്രസ്സിന് മാച്ച് ആവണ്ടാവില്ല. നമുക്ക് വേണ്ടേ? ഇതൊക്കെ ആണുങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. ഒരു രക്ഷയില്ല. അവന്റെ ഷോപ്പിങ്ങിന് ഞാൻ വരണ്ട, ഒറ്റയ്ക്ക് പോവാ. ഒറ്റയ്ക്ക് തന്നെ പോകും. കഴിഞ്ഞ വർഷം അയാൾ ഞാനല്ല എന്നൊരു സിനിമ ഇറങ്ങിയപ്പോ ദിവ്യ പോപ്പുലർ ആയിരുന്നു ഒരൊറ്റ പടം കൊണ്ട്. സത്യം പറഞ്ഞ ഇല്ല, അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നോ ആൾക്കാർ എന്നെ തിരിച്ചറിയും എന്നൊക്കെ പടം ഇറങ്ങിയപ്പോ? സത്യമായിട്ട് പറഞ്ഞു, ആലോചിക്കണ്ട. പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ നടന്നില്ല. ആരും അറിഞ്ഞില്ല, എന്നോട് ആരും പറഞ്ഞില്ല.
ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ദുബായിൽ ഇറങ്ങിയില്ല സിനിമ, UAE ഇറങ്ങിയില്ല ആ പടം. ഒരു പക്ഷേ അവിടെ ഇറങ്ങിയിരുന്നെങ്കിൽ ഞാനിപ്പോ ആരായനെ, അതന്നെ ആരായനെ. തീരെ അഹങ്കാരമില്ലാത്ത കുട്ടിയാണ് കേട്ടോ. അതെ, ഒട്ടുമില്ല കേട്ടോ. അല്ല, ഇപ്പൊ ആൾക്കാര് തിരിച്ചറിയണില്ലേ? ഇപ്പൊ ആൾക്കാര് തിരിച്ചറിയുന്നുണ്ട്. ഞാൻ ആ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഉള്ള ആ ഒരു റിയാക്ഷൻ, എന്റെ അമ്മച്ചി എന്തായിരുന്നു. എടുത്തു ഉയർത്തിയോ? അങ്ങനൊന്നുമില്ല, ഇല്ല അങ്ങനൊന്നുമില്ല. പക്ഷെ അവര് നന്നായിട്ടുണ്ട് കേട്ടോ, സിനിമ നന്നായിട്ട് ചെയ്തു കേട്ടോ. അതങ്ങനെയൊക്കെ കേൾക്കുമ്പോ അടിപൊളി രോമാഞ്ചം. അതന്നെ. രണ്ടാമത്തെ സിനിമ കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാര് തിരിച്ചറിഞ്ഞു തുടങ്ങിയല്ലോ. ഫാൻ പേജ് ഒക്കെ ആയി തുടങ്ങിയോ? ഇല്ല, ഞാനിപ്പോ വർക്ക് ചെയ്തോണ്ടിരിക്കുക ഫാൻ പേജില്. ഉടനാവും. ഐ വോണ്ട് ടു കണക്ട് ടു മൈ ഫാൻസ് എന്ന് പറയാൻ പറ്റില്ല. എന്നെ ഫാൻസ് എന്നൊന്നും എനിക്ക് തോന്നില്ല. ബിക്കോസ് ആരാധകരൊന്നും അല്ല എന്നുവെച്ചാ അങ്ങനെ ആയിട്ടില്ലല്ലോ. അഭ്യുദയകാംക്ഷികൾ. ദൈവം തമ്പുരാനെ, എന്റെ പല്ല് തെറിച്ചു പോകും. ഇല്ല അങ്ങനെയില്ല. ഫാൻ പേജ് എന്നല്ല ഞാൻ പറഞ്ഞ, ഒരു പേജ്. ഏടാ അതൊരു എന്തോ പോലെ. അപ്പൊ എന്റെ ദൈവമേ. ഓക്കെ, ആ ഒരു പേജ് തുടങ്ങുമ്പോ കൂടുതൽ നമുക്ക് ഫിലിമിനെ പറ്റി പ്രൊമോട്ട് ചെയ്യാം. അതിൽ പല കാര്യങ്ങളും, സോ മെനി തിങ്സ് ബിഹൈൻഡ് ഇറ്റ്. ആ പേജിൽ ഇടാനുള്ള ഫോട്ടോസ് ഒക്കെ ഇപ്പോഴും എടുത്തു തുടങ്ങിയോ? ഫോട്ടോസ് ഒക്കെ എടുപ്പിച്ച് ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. ബിക്കോസ് ഇതൊരു സിനിമയെ പ്രൊമോട്ട് ചെയ്യാം, അതാണ് മെയിൻ. ഫൈനലി രക്ഷപ്പെട്ടു. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കണം. ടോപ്പിക് അല്ലേ? എന്റെ അമ്മ രക്ഷപ്പെട്ടു, വേർത്തുപോയി. എങ്ങനെയാ സ്വന്തമായിട്ട് ആ പേജ് മെയിൻറ്റെയിൻ ചെയ്യാനാണോ അതോ ആരെങ്കിലും ഏൽപ്പിക്കാനാണോ? അങ്ങനെയാണ് മിക്ക സെലിബ്രിറ്റീസും സാധാരണ. എനിക്കൊരു കൺട്രോൾ ഉണ്ടാവും പേജിൽ. ബിക്കോസ് ഞാനാണല്ലോ അതിൽ റെപ്രസെന്റ് ചെയ്യണേ. അപ്പൊ എനിക്ക് അങ്ങനെ അപ്പർ ഹാൻഡ് എനിക്ക് തന്നെ ആയിരിക്കും. ഞാൻ കുറെ സെലിബ്രിറ്റീസിന്റെ പേജിൽ ഞാൻ കണ്ടിട്ടുണ്ട്, കുറെ അനാവശ്യ കമന്റ്സ് വരുന്നുണ്ട് അതില്. എനിക്ക് അങ്ങനെ ഒരു കമന്റ്സ് ഒക്കെ കിട്ടിയാൽ ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യും എനിക്കറിയില്ല. ഞാൻ ചിലപ്പോൾ റിയാക്ട് ചെയ്തെന്നിരിക്കും, ചിലപ്പോൾ എനിക്ക് വിഷമം വന്നിരിക്കും, ഞാൻ ചിലപ്പം അപ്പുറത്ത് പോയി കരഞ്ഞെന്നിരിക്കും. അത് കാരണം ഞാൻ ഐ വാസ് ട്രൈങ് ടു അവോയ്ഡ് ദാറ്റ്. ഇപ്പൊ പക്ഷെ എന്റെ അടുത്ത് പറഞ്ഞു, ഇല്ല അങ്ങനല്ല, പേജ് തുടങ്ങണം, സിനിമയെ പ്രൊമോട്ട് ചെയ്യണം. അപ്പൊ അത് സ്വയം പ്രൊമോഷൻ നടത്തണം. സെൽഫ് മാർക്കറ്റിംഗ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ദിവ്യ സെലിബ്രിറ്റീസിന്റെ പേജ് ഒക്കെ ലൈക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പൃഥ്വിരാജ്. കേട്ടില്ല സത്യമായിട്ടത്. പൃഥ്വിരാജ്, പിന്നെ നീരജ് മാധവ്, ആൻസൺ പോൾ, ടോണി ലൂക്ക്. ഈ പറഞ്ഞത് മുഴുവൻ ഊഴത്തിൽ അഭിനയിച്ച ആർട്ടിസ്റ്റാന്ന് എനിക്ക് മനസ്സിലായി. അതല്ലാതെ ദിവ്യ പിള്ളയായിരുന്ന സമയത്ത് ആരെയൊക്കെ ലൈക്ക് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചത്. ഞാൻ അങ്ങനെ പേജ് ലൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആരുടെയും ബോളിവുഡിന്റെ പോലും അങ്ങനെ ഞാൻ എനിക്ക് മനസ്സിലായി എന്താ കാര്യം. എന്താ ദിവ്യനേക്കാൾ സുന്ദരിയായിട്ടുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ കഴിവുള്ള ഒറ്റ ആർട്ടിസ്റ്റിനെ ഇതുവരെയും കണ്ടിട്ടില്ല ദിവ്യ. ഇല്ല, അതുകൊണ്ടല്ല. എടാ സത്യം പറഞ്ഞ സിനിമയെ ഞാൻ കാണും, അപ്രീഷിയേറ്റ് ചെയ്യും, ഇറങ്ങും, അത്രേ ഉള്ളായിരുന്നു എന്റെ സിനിമ. ഞാനെന്തിനും ലൈക്ക് ചെയ്യണം അല്ലേ? അങ്ങനെയല്ല. അവളെന്നെ കുഴപ്പിക്കും. ഇപ്പോഴാണ് അതിന്റേതായ ഒരു ഇതൊക്കെ മനസ്സിലാവണേ. ഇവരൊക്കെ എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് ഒരു സിനിമയിലൊക്കെ അഭിനയിക്കുന്നത് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഞാൻ കുത്തിരുന്ന് ലൈക്ക് ക്ഷമിച്ചു. എയർലൈൻ ജോബും കൂടി സൈഡ് കൂടെ പോകണ്ടെന്നൊക്കെ കേട്ടു. അതെ, എന്താ ശരിക്കും എയർലൈൻസിൽ ചെയ്യണേ? ഹോസ്റ്റസ് ആണോ? എയർ ഹോസ്റ്റസ് ആണോ? അല്ല, എയർ ഹോസ്റ്റസ് അല്ല. എനിക്ക് ഫ്ലൈങ് പേടിയാ. ഇച്ചിരി ഒന്ന് കുലുങ്ങുമ്പോഴത്തേക്കിനും അടുത്തിരിക്കുന്ന ആള് വിചാരിക്കും എന്റെ ദൈവമേ, ഞാൻ അവരെയും കൂടെ ടെൻഷൻ. മറ്റേ വെട്ടം സിനിമയില് മൂക്കിൽ പഞ്ഞിയൊക്കെ വെച്ച് അങ്ങനെ കേട്ടോ? ഇല്ല, അത്രയ്ക്ക് മോശമല്ല. പക്ഷെ എനിക്ക് പേടിയാടാ, ഫ്ലൈങ് പേടിയാ. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യോ? ഭയങ്കര പ്രാർത്ഥന, ദൈവമേ എങ്ങനെയെങ്കിലും എന്നെ താഴെ എത്തിക്കണേ. ലാൻഡിങ്ങും ടേക്ക് ഓഫിന്റെ സമയം, പിന്നെ ഇടയ്ക്ക് നമ്മൾ ക്രൂസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കുലുക്കം വന്നു കഴിഞ്ഞാൽ അയ്യോ ദൈവമേ കുലുങ്ങുന്നു. അതെ, അയ്യോ. അപ്പൊ എയർ പോക്കറ്റിലൊക്കെ ഇടുമ്പോഴോ? അത് ഒരു പ്രാവശ്യം അങ്ങനെ ഒന്ന് ഡിപ്പായി പോയിട്ടേ ഉള്ളൂ. അതെന്റെ അടുത്തിരിക്കുന്ന ആൾക്കാർ, ഞാൻ എപ്പോഴും സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിട്ട് ഇരിക്കുന്നത്, എന്റെ അടുത്തിരിക്കുന്ന ആൾക്കാരൊന്ന് പൊങ്ങി താഴെ വീണു. ലൈക് താഴെ വീണെന്ന് വെച്ചാൽ സീറ്റിൽ നിന്ന് അവര് പൊങ്ങിയിട്ട് ഇങ്ങനെ വീണുപോയി. അവര് പിന്നെ ഭയങ്കര പ്രാർത്ഥനയായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് പേടി കൂടിയ, ശരിക്കും പറഞ്ഞു. അതിന് മുമ്പ് അത്ര പേടി ഉണ്ടായിരുന്നില്ല. എയർലൈൻസിൽ ജോലി എടുക്കുന്ന ആളെന്ന് പേര് മാത്രമേ ഉള്ളൂ അല്ലേ? യെസ്, ബാക്ക് ഓഫീസ് ആയതുകൊണ്ട് കുഴപ്പമില്ല. അത് എന്റെ ഡിപ്പാർട്ട്മെന്റ് എയർപോർട്ട് സർവീസസ്. അപ്പൊ എന്താ ചെയ്യണ്ടേ? എയർപോർട്ട് സർവീസസ് ഡിപ്പാർട്ട്മെന്റ് ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് എഗ്രിമെന്റ്സ്. അതായത് ഓരോ സ്റ്റേഷൻ, നമ്മുടെ ഔട്ട് സ്റ്റേഷൻസിൽ ഫ്ലൈ ചെയ്യുന്ന ഓരോ ഡെസ്റ്റിനേഷൻസിന്റെ ഫ്ലൈറ്റ് അവിടെ പോകുമ്പോൾ നമ്മൾ ഹാൻഡ്ലിംഗ് ഏജന്റ് ഉണ്ടാവും. നമ്മുടെ റെപ്രസെന്റേറ്റീവ് അവിടെ ഉണ്ടെങ്കിലും നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ബോർഡിംഗ് കാർഡ് കൊടുക്കുന്ന ആൾക്കാരും ഒക്കെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഏജൻസിനെ നമ്മൾ ഏൽപ്പിക്കുന്നത്. അതായത് ബാഗേജ് എടുത്ത് ചെക്ക് ഇൻ സ്ഥലത്തുനിന്ന് ഫ്ലൈറ്റിലേക്ക് കൊണ്ടാക്കുന്നത്. ഇതൊക്കെ പാസഞ്ചർ സർവീസ് ഡിപ്പാർട്ട്മെന്റ്
ഡിപ്പാർട്ട്മെന്റ് ഒക്കെ റാം ഹാൻഡ്ലിംഗ് ഒക്കെ വരുന്ന ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഏജന്റിന്റെ അടുത്തായിരുന്നു. നമ്മൾ എയർലൈന് ഒരു ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഏജന്റ് ആയിട്ട് ഒരു കോൺട്രാക്ട് ഉണ്ടാവും. അപ്പൊ ആ കോൺട്രാക്ട് ഒക്കെ അഡ്മിനിസ്ട്രേഷൻ സൈഡ് നോക്കുക, അതായത് എപ്പോഴത് എക്സ്പയർ ആവണം, എപ്പോഴും പിന്നെ നമ്മുടെ സ്റ്റേഷന്റെ പെർഫോമൻസ് എന്തുകൊണ്ടാണ് അവര് താഴോട്ട് പോകുന്നത്, അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് എന്താണ്. നമ്മുടെ എയർലൈൻ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഓൺ ടൈം പെർഫോമൻസ് ആണ്, അതായത് നോ എറേഴ്സ്, വി ഹാവ് നോ റൂം ഫോർ എറേഴ്സ്. ഒരു എററും സീറോ ടോളറൻസ് ആണ് നമുക്ക് എററിൽ. അത് ഏറ്റവും കൂടുതൽ നോക്കുന്ന ഇൻഡസ്ട്രിയാണ് എയർലൈൻ ഇൻഡസ്ട്രി. ബിക്കോസ് നമ്മുടെ ഒരു ലൈഫ് എഫക്ട് ചെയ്യുന്ന സംഭവം അത് ഓഡിറ്റ് ചെയ്യുക, ഇതൊക്കെയാണ് എന്റെ ജോലി. ശരിക്കും പറഞ്ഞാൽ എത്ര മണി തൊട്ട് എത്ര മണി വരെ ഓഫീസിലിരിക്കണം? 8 തൊട്ട് 5 മണി വരെ, 9 മണിക്കൂർ. സൺഡേ ടു തേഴ്സ്ഡേ, ഫ്രൈഡേ സാറ്റർഡേ ഓഫ്. ഫ്രൈഡേ സാറ്റർഡേ എന്ത് ചെയ്യും? വീട്ടിലിരിക്കും, എന്തെങ്കിലും കുക്ക് ചെയ്യും. എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. കുക്കിംഗ് എന്റെ ഒരു പാഷനാ. പിന്നെ ഇങ്ങോട്ട് നീട്ടി കാണിച്ച് കണ്ടാ പറയില്ലല്ലോ കുക്ക് ചെയ്യുന്നു. എടി കള്ളി, വിരല് കണ്ടാ എങ്ങനെ മനസ്സിലാവുക? കുക്ക് ചെയ്യുന്നവരുടെ കൈ കണ്ടറിയാ കുറെ പൊള്ളലൊക്കെ ഉണ്ടാവും. അതൊന്നുമില്ലല്ലോ. ആഹാ, നോക്ക്, 1 പൊള്ളൽ ഇവിടെ, 2ാമത്തെ പൊള്ളൽ ഇവിടെ, എവിടെ ഹീലായി പോയി. എന്റെ അമ്മയുടെ കയ്യിലൊക്കെ തെറിച്ച് കടുക് പൊട്ടിത്തെറിച്ച് പാടൊക്കെ കണ്ടു. ഇത് കണ്ട ബ്യൂട്ടി സ്പോട്ട് അല്ലേ? ബ്യൂട്ടി സ്പോട്ടാ. ബ്യൂട്ടി സ്പോട്ട് ഒന്നല്ല, അത് ശരിക്കും പുള്ളി തന്നെയാ. അപ്പൊ വിചാരിക്കും വീട്ടിലിരുന്നിട്ട് എന്തിനാണ് ഈ കുട്ടി അടുക്കളയിൽ കയറണേ, വീട്ടിൽ അടുക്കളയിൽ കയറാൻ അച്ഛനും അമ്മയില്ലേന്ന്. അല്ല, ഈ കുട്ടിക്ക് ഭക്ഷണം വെച്ചു കൊടുക്കാനായിട്ട് വേറൊരാള് വീട്ടിലുണ്ട്. ആരാത്? മൈ ഹസ്ബൻഡ്. പലർക്കും അറിയില്ല അല്ലെ ദിവ്യ കല്യാണം കഴിച്ചത്? പലർക്കും അറിയില്ല. അവർക്ക് ഒരു ഞെട്ടലാ ഞാൻ പറയുമ്പോ, ദിവ്യ കല്യാണം കഴിച്ചോ? ഞാൻ പറഞ്ഞു അതെന്താ അത്ര ഒരു വിശ്വാസമില്ലായ്മ. സത്യം പറ, അത് കേൾക്കുമ്പോ ഒരു പുളകമല്ലേ? അതെ, എന്നെ കണ്ട പറയില്ല. ഒരു ചെറിയ കുട്ടിയാന്ന് വിചാരിക്കുന്ന. ഷോ, എനിക്ക് വയ്യ. ലവ് മാരേജ് അല്ലേ? ലവ് മാരേജ് ആയിരുന്നു. എന്റെ ഹസ്ബൻഡ് ഹീസ് ബ്രിട്ടീഷ്. അവന്റെ ഫാദർ ശരിക്കും ഇറാഖിയാണ്. അങ്കിളിന് 18 വയസ്സായപ്പോഴാണ് അവര് UK മൈഗ്രേറ്റ് ചെയ്തത്. അവിടെ വെച്ച് അങ്കിൾ ആന്റീനെ കാണുന്നു, ആന്റീനെ കല്യാണം കഴിക്കുന്നു, ആന്റി ഇവനുണ്ടാവും. അതാണ് അവരുടെ സ്റ്റോറി. എന്നിട്ട് എങ്ങനെയാണ് ഇദ്ദേഹം നമ്മുടെ സ്റ്റോറിയിലേക്ക് വന്നത്? നമ്മുടെ സ്റ്റോറിയിലേക്ക് വന്നേ, ഇദ്ദേഹം 10 വർഷത്തിന് മുമ്പ് ദുബായിലേക്ക് പറന്നു വന്നു പഠിക്കാൻ വേണ്ടിട്ട്. ഫുൾ ഫാമിലി ആയിട്ടാ. മമ്മി ബ്രിട്ടീഷ് ആണ്, അവൻ ജനിച്ചും വളർന്നൊക്കെ അവിടെയാ. ഇവനെ കോളേജൊക്കെ ചെയ്ത ദുബായിലാണ്. എന്റെ ഫസ്റ്റ് ജോബ് എയർലൈൻസിൽ വെച്ച്. അവനും HR ഡിപ്പാർട്ട്മെന്റിലായിരുന്നു, ഞാനും HR ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. അവിടെ വെച്ചാണ് നമ്മൾ പരിചയപ്പെട്ടത്. നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നീട് അത് ഫ്രണ്ട്ഷിപ്പ്. അവന് ഒരു ദിവസം എന്റെ അടുത്ത് ചോദിച്ചു, ഹി പ്രപ്പോസ് മീ. അവന് ഇല്ല, ഞാൻ കുറച്ച് വെള്ളം കുടിപ്പിച്ചു. എനിക്കൊരു പേടിയുണ്ടായിരുന്നു. 2 മാസം, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞിട്ട് 2.5-3 വർഷം. ഇല്ല 2 മാസം. ഈ തമാശ പറയുന്ന ആൾക്കാരായിട്ട് ഭയങ്കര ദേ അട്രാക്ട് മീ. നല്ല തമാശയായിരുന്നു, നല്ല ഫൺ ലവിങ് ആയിരുന്നു അവൻ. ഇപ്പോഴും ആണ്, അല്ല ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ആണ്. എല്ലാം പോയി. ഇപ്പൊ ഇച്ചിരി കുറവാ സത്യം പറഞ്ഞ. പക്ഷെ എന്നാലും പണ്ടൊക്കെ ഭയങ്കര തമാശ ഇതൊക്കെയായിരുന്നു. പണ്ട് കോമഡി പറഞ്ഞിട്ടുണ്ടല്ലോ വീഴ്ത്താനായിട്ട്. ഇപ്പൊ വീണല്ലോ. അതന്നെ, വീണല്ലോ. കറക്റ്റ്. പ്രപ്പോസ് ചെയ്തതിന് ശേഷം എന്തായാലും പ്രശ്നമായിരിക്കും വീട്ടിൽ. എനിക്ക് അവതരിപ്പിക്കാനേ പറ്റില്ല. പിന്നെ എനിക്ക് അവന്റെ ആ പെർസിസ്റ്റൻസ് ആയിരുന്നു എന്റെ ഇതിൽ കൂടുതൽ ഇതാക്കാൻ അട്രാക്ട് ചെയ്ത്. അവന്റെ അടുത്ത് ചോദിച്ചു, ലൈക്ക് അച്ഛനും അമ്മയോടും പറയുന്നില്ലേ? ഞാൻ പറഞ്ഞു, ഇല്ല ഇപ്പൊ ഒന്നും പറയണ്ട, നമുക്കൊന്നും പറയണ്ട. അതെ. അങ്ങനെ ലൈക്ക് ഞാൻ ഡാഡി മമ്മിയുടെ അടുത്ത് പറഞ്ഞു. ഡാഡിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു, മമ്മിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കുറച്ച് വിഷമായി മമ്മിക്ക്. അവൻ പോയി ഡാഡിയുടെ അടുത്ത് സംസാരിച്ചു, ലൈക്ക് പെർമിഷൻ ചോദിച്ചു. അപ്പൊ ഡാഡിക്ക് കൂടുതൽ ഇഷ്ടമായി. ദിവ്യനെ ചാക്കിലാക്കിയ പോലെ അച്ഛനെ അമ്മയൊക്കെ ചാക്കിലാക്കി. അങ്ങനെ മൂകാംബിക വെച്ചായിരുന്നു കല്യാണം കഴിഞ്ഞ വർഷം. ഞാൻ വിവാഹിതയാണ്. നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഒരു കല്യാണം കഴിഞ്ഞ പെൺകുട്ടിയാന്ന് പറയുന്നോണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും നായികയാവുമ്പോ. അത് 2 ശബ്ദം കേട്ടത് അല്ലല്ല, എന്താന്ന് വെച്ചാ ഒരു പേടി എല്ലാവർക്കും ഉണ്ടെന്ന് തോന്നുന്നു. ലൈക്ക് ഈ നമ്മുടെ നാട്ടിൽ അവര് ഇനിയിപ്പോ കുട്ടിക്ക് ഫാൻസ് ഒന്നും ഉണ്ടാവില്ല, ഈ കുട്ടിയുടെ സിനിമ ആരും പോയി കാണില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. അത് സിനിമ ഇൻഡസ്ട്രിയില്. ദിവ്യക്ക് വല്ല പേടിയുണ്ടോ കല്യാണം കഴിഞ്ഞാന്ന് പറയുന്നുണ്ട്? എനിക്കൊരു പേടിയില്ല. കല്യാണം കഴിച്ചു എനിക്കിപ്പോ രഹസ്യമാക്കി വെക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അതന്നെ, ഇത് കല്യാണം കഴിച്ചാണോ ഇപ്പൊ പ്രശ്നമായി? ഇല്ല, ഇപ്പൊ കല്യാണം കഴിച്ചില്ലെങ്കിൽ ആൾക്കാർ പറയും, ഇതെന്താ ഈ കുട്ടി കല്യാണം കഴിക്കാത്ത, ഇത്ര വയസ്സായിട്ട് നിങ്ങൾ എന്ത് ഭാഷയെ സംസാരിക്കാം വീട്ടില്? ഇംഗ്ലീഷ്. ഇപ്പൊ അവൻ കുറച്ച് മലയാളമൊക്കെ പഠിക്കും. അവരുടെ ഭാഷ എന്തായാലും നമ്മൾ പഠിക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഭാഷ നമ്മൾ അവരെ കൊണ്ട് പഠിപ്പിക്കും. വെള്ളം എന്ന് പറയാൻ അവനറിയാം. നമ്മൾ ഇത്ര നേരം അവൻ, അദ്ദേഹം, ഹസ്ബൻഡ് എന്നൊക്കെ പറഞ്ഞു. ഈ അദ്ദേഹത്തിന്റെ പേര് ഇത്ര നേരമായിട്ട് പറഞ്ഞില്ല. അത് പറഞ്ഞാൽ നീ ഞെട്ടും. പറഞ്ഞോ, ഞെട്ടാൻ തയ്യാറാ? ഒസാമ. പിന്നെ ഒന്നും ഇല്ല. ഒസാമ അൽബന. അപ്പൊ എന്താ വിളിക്കുക? ഓസ് എന്നാ വിളിക്കുന്നത്. ഓസ് ആണ് അവന്റെ ഷോപ്പ്. ഓസിന്റെ ഭക്ഷണം കഴിക്കാതെ ആ ഓസാണ്. ആ ഓസ് അല്ല എന്റെ അമ്മേ, ഒരു രക്ഷയില്ലല്ലോ. എനിക്കറിയാവുന്നല്ലേ ഞാൻ ചോദിക്കുള്ളൂ. അതിലില്ല.
ആ ഓസ് അല്ല, ഇത് ഒസാമയുടെ ഷോർട്ട് ഓസ് മതി, അത്രേ ഉള്ളൂ. ഇത്ര നേരം ഇങ്ങനെ വെറുതെ വർത്താനം പറഞ്ഞ് സൂചിക്കായിരുന്നല്ലേ? ഈ റൗണ്ടിന്റെ പേര് പഞ്ച് ക പഞ്ച് എന്നാണ്. പഞ്ച് ക പഞ്ച്. ഓക്കെ. പഞ്ച് ക പഞ്ച് അല്ല, പഞ്ച് ക പഞ്ച്. പഞ്ച് ക പഞ്ച്. ഓക്കെ. ഞാൻ 5 വാക്കുകൾ പറയേ. ഇത് ഓരോ വാക്ക് പറയുമ്പോൾ എന്താണ് മനസ്സിൽ ആദ്യം വരുന്നത് അതങ്ങോട്ട് പറഞ്ഞാൽ മതി. നമ്പർ 1 റിവെഞ്ച്. ഊഴം. വേറെ ഒന്നും മനസ്സിൽ വരുന്നില്ലേ? വേറെ ഒന്നും ഇപ്പൊ മനസ്സിൽ വരുന്നില്ല, ഊഴം മാത്രം. ശരി. ഹാപ്പിനെസ് എന്ന് പറയുമ്പോഴോ? ഫാമിലി ഉള്ളിടത്താണ് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ്. ഈ ഫാമിലിയിൽ ആരൊക്കെ ഉണ്ട്? അച്ഛൻ, അമ്മ, ചേച്ചി, എന്റെ ഹസ്ബൻഡ്, എന്റെ പൂച്ച, എന്റെ പട്ടിക്കുട്ടി, ഇവരൊക്കെയാണ് എന്റെ ഫാമിലി. ട്രസ്റ്റ് എന്ന് പറയുമ്പോ? ട്രസ്റ്റ് ഇസ് എ വെരി കോംപ്ലിക്കേറ്റഡ് വേർഡ്, മൈ ഡിയർ ഫ്രണ്ട്. അങ്ങനെ ആരും പറയുന്നുണ്ട്. അതെ, മിസ്റ്റർ മാർക്കസ്, വെരി ഹാർഡ് ടു ഫൈൻഡ്. അതും എനിക്കറിയാം. അതെ, സിനിമയിലെ ഡയലോഗ് അതേപോലെ തന്നെ ഇവിടെ ഒന്നും പറയാനല്ല കേട്ടോ. ട്രസ്റ്റ് എന്ന് പറയുമ്പോ ഫ്രണ്ട്സ്. ഹസ്ബൻഡിനെക്കാളും ഫ്രണ്ട്സ്. അതെ, ശരിക്കും എന്റെ ഫ്രണ്ട്സ്, ഐ ട്രസ്റ്റ് ദം മോർ. എത്ര പേരുണ്ട് ഈ ഫ്രണ്ട്സിന്റെ? ഫ്രണ്ട്സില് ലൈക്ക് എന്റെ ജോലിയിലും എന്റെ സ്കൂളിലും കോളേജിലും അവർ കളക്റ്റീവ് ഒരു ഫ്രണ്ട്സ് ഉണ്ട്. ദേ ആർ മൈ ക്ലോസസ്റ്റ്, ദേ ആർ മൈ ബാക്ക് ബോൺ. ശരിക്കും എന്റെ സ്ട്രെങ്ത്തും എന്റെ എൻകറേജ്മെന്റും ഒക്കെ അവർ തന്നെയാണ്. സോ യെസ്, ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ്. ലോസ്. യെസ്, ലോസ് ബിസിനസ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒക്കെ ബിസിനസ്സിലാണല്ലോ ചെയ്യുന്നത് അല്ലേ? അതെ, മനസ്സിലാദ്യം വന്നു അത് ആണല്ലോ. അപ്പോൾ യെസ്. അച്ഛൻ ബിസിനസ്സുകാരനാ? യെസ്. വെറുതെ അല്ല, ബിസിനസ് ആയിട്ട് കണക്ട് ചെയ്തത്. അതെ. ഇൻഫാക്ച്വേഷൻ എന്ന് പറയുമ്പോ കൊറേ മുഖങ്ങൾ മനസ്സിൽ വരുന്നു. ഉദ്ദേശം എത്ര വന്നു? ഇപ്പൊ ആദ്യം വന്ന മുഖം ഞാൻ പറയട്ടെ. ഇൻഫാക്ച്വേഷൻ ജോൺ അബ്രഹാം. സത്യം, ഐ വാസ് എ ഹ്യൂജ് ഫാൻ ഓഫ് ജോൺ അബ്രഹാം. ആദ്യം പുള്ളിക്കാരൻ വന്ന ഒരു ആൽബം സോങ്ങിലാണ്. ഞാൻ ചെറിയ കുട്ടിയായിരുന്നു ആ സമയത്ത്. ലൈക്ക് ഐ റിമെമ്പർ ലൈക്ക് ഐ വാസ് ഇൻ സ്കൂൾ ഓർ സംതിങ്. ആ സമയം ഒരു വെള്ളത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന സീൻ. ഞാൻ അവിടെ ഫ്ലാറ്റായി. ദാറ്റ് ഈസ് മൈ ഫസ്റ്റ് ലവ്, ജോൺ അബ്രഹാം. ഞാൻ സംഭവിച്ചു. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ആദ്യം പറഞ്ഞു ഒരുപാട് മുഖങ്ങൾ പറഞ്ഞു. അത് ഞാൻ പറയാം. ഇല്ല, ഞാനിപ്പോ ഒരു 3-4 മുഖം കണ്ടു. അതുകൊണ്ട് നമുക്ക് ഇതിപ്പോ ഇവിടെ അവസാനിപ്പിക്കാം. ഞാൻ സ്പോട്ട്ലൈറ്റിൽ തുടങ്ങിയപ്പോ തൊട്ട് പറയണാണ് ദിവ്യ കാണാൻ നല്ല സുന്ദരിയാണ്. ഇനി സത്യമായിട്ട് പറയണം. ശരി. എന്തൊക്കെ കാര്യങ്ങളാണ് സൗന്ദര്യ സംരക്ഷണത്തിന് ചെയ്യണത്? സൗന്ദര്യ സംരക്ഷണത്തിന് ചെയ്യുന്നത് സൺസ്ക്രീൻ യൂസ് ചെയ്യും. വെരി ഇമ്പോർട്ടന്റ്. പുറത്തേക്ക് പോകാൻ പറ്റില്ല ചൂട് വെയില് കാരണം. പിന്നെ മെയിൻ ഇമ്പോർട്ടന്റ് കാര്യം എന്ന് വെച്ചാൽ കണ്ണെഴുതണം. കണ്ണെഴുതിയില്ലെങ്കിൽ കണ്ണിങ്ങനെ ഇതായിട്ട് നിൽക്കും. കണ്ണിലാണല്ലോ വിൻഡോ ഓഫ് അവർ സോൾ. അപ്പോ അതിങ്ങനെ ബ്രൈറ്റ് ആക്കണമെങ്കിൽ കണ്ണെഴുതണം. വെരി ഇമ്പോർട്ടന്റ്. കണ്ണെഴുതാത്ത കുട്ടികളുടെ അടുത്തൊക്കെ ഞാൻ പറയുന്നത്, എന്റെ കൊളീഗ്സ് ആണ്, പ്ലീസ് മോളെ കണ്ണെഴുതുമ്പോഴാണോ കണ്ണ് ഇച്ചിരി വലുതായിട്ട് ഒക്കെ തോന്നി നമുക്കൊരു ബ്രൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യണം. വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ ഞാൻ കണ്ണെഴുതും എപ്പോഴും. അത്രേ ഉള്ളൂ. മാസത്തിൽ എത്ര വർഷം ബ്യൂട്ടി പാർലറിൽ പോകും? ബ്യൂട്ടി പാർലറിൽ പോകും. പക്ഷെ ഫേഷ്യലിംഗ് അതൊന്നും അല്ല. സാധാരണ ഐബ്രോസ് ഒന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ പോവാറുണ്ട്. അപ്പൊ ഇതൊക്കെ നാച്ചുറൽ സൗന്ദര്യമാണ്. സൗന്ദര്യം നാച്ചുറൽ. ഐ ഡോണ്ട് ഫീൽ മൈസെൽഫ് അത്ര സൗന്ദര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സാരല്ല, അതൊക്കെ പതുക്കെ തോന്നിക്കോളും. ഒരാൾ അങ്ങോട്ട് കോംപ്ലിമെന്റ് തരുന്ന സമയത്ത് തിരിച്ച് താങ്ക്സ് ആണ് പറയേണ്ടത്. താങ്ക് യു സോ മച്ച്. നമ്മൾ 4 മണിക്കൂറായിരുന്നു സംസാരിക്കാൻ തുടങ്ങിയിട്ട്. അടിപൊളി. ഇനി പുതിയ പേജ് ഒക്കെ തുടങ്ങുമ്പോ ഞാൻ ആദ്യം ലൈക്ക് ചെയ്തേക്കാം. പിന്നെ ഞാനൊരു ഫേസ്ബുക്ക് റിക്വസ്റ്റ് അയക്കാം. അപ്പോ അത് ആക്സെപ്റ്റ് ചെയ്യണം. പിന്നെ ശാലിനി ഈസ് വെരി ഇമ്പോർട്ടന്റ് ടു മീ നൗ. പിന്നെ എനിക്ക് ഫോൺ നമ്പർ തരുകയാണെങ്കിൽ ഇനി ഇറങ്ങുന്ന പടങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൽ എന്തെങ്കിലും കുറ്റവും കുറവും കണ്ടുപിടിക്കുകയാണെങ്കിൽ അപ്പൊ അറിയിച്ചേക്കാം. ക്രിറ്റിക്. എനിക്ക് വയ്യ. ഐ കൻ നോട്ട് ആസ്ക് ഫോർ എ ബെറ്റർ ഫ്രണ്ട്. അപ്പൊ ഇനി വരുന്ന എല്ലാ സിനിമകളിലും ശരിക്കും നല്ലൊരു റോളൊക്കെ കിട്ടിയിട്ട് വീണ്ടും വരാനായിട്ട് നമുക്ക് ഇനിയും ഏറ്റുമുട്ടാം. എപ്പടി? താങ്ക് യു സോ മച്ച് ശാലിനി. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ശാലിനി. ഐ ലവ്ഡ് ബീയിങ് വിത്ത് യു. മോസ്റ്റ് ഓസം ഫീലിംഗ്. എക്സലന്റ് റേഡിയോ ഷോ. താങ്ക് യു സോ മച്ച്. സോ അടുത്ത ആഴ്ച അടുത്ത ഗസ്റ്റുമായിട്ട് വീണ്ടും സന്ധിக்கலாம். എന്റെ പേര് ശാലിനി.